Hello, in this section we are discussing about satellite imageries. Satellite imagery. Satellite images are images of Earth collected by imaging satellites operated by the governments and business around the world. ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ഗവൺമെന്റ്സും ബിസിനസ്സും ഇമേജിംഗ് സാറ്റലൈറ്റ്സിന്റെ സഹായത്തോടുകൂടെ കളക്ട് ചെയ്യുന്ന എർത്തിന്റെ ഇമേജസിനെയാണ് സാറ്റലൈറ്റ് ഇമേജസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ എർത്ത് ഒബ്സർവേഷൻ ഇമേജറി അല്ലെങ്കിൽ സ്പേസ് ബോൺ ഫോട്ടോഗ്രാഫി എന്ന് വിളിക്കുന്നത്. Satellite imaging companies sell images by licensing them to governments and businesses such as Apple Maps and Google Maps. സാറ്റലൈറ്റ് ഇമേജിംഗ് കമ്പനീസ് അവർക്ക് ലഭിക്കുന്ന ഇമേജസ് ലൈസൻസ് ചെയ്ത് ഗവൺമെന്റിനും അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഗ്രൂപ്പുകളായിട്ടുള്ള ആപ്പിൾ മാപ്സിനും ഗൂഗിൾ മാപ്സിനും വിൽക്കുന്നു. The first image from space were taken on US launched V2 flight on October 24, 1946. ആദ്യമായിട്ട് സ്പേസിന്റെ ഒരു ഇമേജ് എടുത്തത് US ലോഞ്ച് ചെയ്തിട്ടുള്ള V2 ഫ്ലൈറ്റ് ആണ് ഒക്ടോബർ 24, 1946. ഇനി ആദ്യമായിട്ടുള്ള സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫ്സ് എർത്തിൻ്റെത് എടുത്തത് 1959 ഓഗസ്റ്റ് 14 US എക്സ്പ്ലോറർ 6 ആണ്. Types of satellite imageries. The main types include visible imagery, infrared imagery, water vapor imagery, panchromatic imagery, multispectral imagery, and hyperspectral imagery. Visible imagery. The first type of satellite imagery is the visible imagery, and it is based upon the principle of refracted sunlight. സാറ്റലൈറ്റ് ഇമേജറീസിൽ തന്നെ ആദ്യമായി നിലവിൽ വന്ന ഇമേജറി വിസിബിൾ ഇമേജറി ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് റിഫ്ലക്റ്റഡ് സൺലൈറ്റിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. The amount of reflected sunlight that the satellite can remotely sense is dependent upon the reflectivity or albedo of the surface of which the sunlight is reflecting. ഒരു സാറ്റലൈറ്റ് സെൻസ് ചെയ്തെടുക്കുന്ന സൺലൈറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു സർഫസിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സർഫസിന്റെ ആൽബോഡയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് എർത്തിന്റെ സർഫസിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ ഫീച്ചറിന്റെയും ആൽബോഡോ അല്ലെങ്കിൽ റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ആ ഡിഫറൻസ് സാറ്റലൈറ്റ് സെൻസ് ചെയ്യുന്ന റിഫ്ലക്റ്റഡ് സൺലൈറ്റിലും പ്രതിഫലിക്കും. A visible satellite image is created by looking only at the visible portion of the light spectrum and is thus only really useful during the daylight hour. ഒരു വിസിബിൾ ഇമേജറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രധാനമായും ഡിറ്റക്ട് ചെയ്യുന്നത് വിസിബിൾ പോർഷനിലെ ലൈറ്റ് സ്പെക്ട്രം ആണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ അത് ഡേ ലൈറ്റിൽ മാത്രമേ വിസിബിൾ ഇമേജറിക്ക് പ്രവർത്തിക്കാനും പറ്റത്തുള്ളൂ. In these images, clouds show up as light. The ground is normally gray and the water is dark. ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് വിസിബിൾ ഇമേജറീസിൽ ക്ലൗഡ്സ് വൈറ്റ് കളറിലാണ് പ്രധാനമായും കാണുന്നത്. ഗ്രൗണ്ട് ഗ്രേ കളറിലും വാട്ടർ ഡാർക്ക് കളറിലും. Visible imagery is also very useful for seeing thunderstorm clouds building. വിസിബിൾ ഇമേജറിയുടെ സഹായത്തോടു കൂടെ thunderstorm clouds ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. Satellite will see the developing thunderstorms in the early stages before they are detected on radar. ഒരു റഡാർ ഇമേജറിയിൽ അല്ലെങ്കിൽ ഒരു റഡാറിൽ ഡിറ്റക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വിസിബിൾ ഇമേജറിയിലെ തണ്ടർസ്റ്റോൺ ഡെവലപ്മെന്റിന്റെ ഏർലി സ്റ്റേജസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി വിസിബിൾ ഇമേജറീസ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഗോയ 16 മീറ്റോ 3 ആണ്. ഇതൊരു വിസിബിൾ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. അവിടെ വാട്ടർ ബോഡീസ് ഡാർക്ക് കളർ കാണാം, ലാൻഡ് ഒരു ഗ്രേ കളറിൽ കാണാം, പിന്നെ ക്ലൗഡ്സ് വൈറ്റ് കളറിൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. Infrared imagery. IR or infrared satellite imagery is a sort of temperature map. The weather satellite detects heat energy in the infrared spectrum. ഇൻഫ്രാറെഡ് ഇമേജറി ആ പേരിൽ തന്നെയുണ്ട്. ഇൻഫ്രാറെഡ് ആണ് പ്രധാനമായും ഡിറ്റക്ട് ചെയ്യുന്നത്, അതായത് ഹീറ്റ് എനർജിയാണ് പ്രധാനമായും ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതിനെ IR സാറ്റലൈറ്റ് ഇമേജറി എന്ന് പറയാറുണ്ട്. ശരിക്കും ഇതൊരു ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ മാപ്പാണ്. ഇതൊരു വെതർ സാറ്റലൈറ്റ് മാപ്പാണ്. പ്രധാനമായിട്ടും ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലുള്ള ഹീറ്റ് എനർജിയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ ഇൻഫ്രാറെഡ് എനർജിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഹ്യൂമൻ ഐക്ക് ഇൻവിസിബിൾ ആണ്.
The satellite image displays objects based on the temperature of the object. ഇനി ഇൻഫ്രാറെഡ് ഇമേജറിയിൽ ഓരോ ഒബ്ജക്റ്റിനെയും ഡിസ്പ്ലേ ചെയ്യുന്നത്, അതിപ്പോൾ ക്ലൗഡ് ആവാം, ചിലപ്പോൾ വാട്ടർ ആവാം, ചിലപ്പോൾ ലാൻഡ് സർഫസ് ആവാം, അതിന്റെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നത്. Warm temperature appears in dark shades and cold temperature appears in light shades. Temperature കൂടിയ ഫീച്ചേഴ്സ് ഡാർക്ക് ഷെയ്ഡിലും ടെമ്പറേച്ചർ കുറഞ്ഞ ഫീച്ചേഴ്സ് ലൈറ്റ് ഷെയ്ഡിലുമാണ് കാണിക്കുന്നത്. A temperature scale in degrees Celsius is depicted to the left of the image. ഒരു ഇൻഫ്രാറെഡ് ഇമേജറിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടെമ്പറേച്ചർ, പ്രധാനമായും ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ഡെപിക്ട് ചെയ്ത് കാണിക്കാറുണ്ട്. The chief advantage of infrared imagery is that it is not dependent on sunlight. ഇനി ഒരു ഇൻഫ്രാറെഡ് ഇമേജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് വിസിബിൾ ഇമേജറി ഡേ ലൈറ്റിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇൻഫ്രാറെഡ് ഇമേജറി സൺലൈറ്റ് ഡിപ്പെൻഡന്റ് അല്ല. Instead of using sunlight to reflect off the clouds are identified by satellite sensors that measure heat radiating off them. ഇവിടെ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ഡേ ആയാലും നൈറ്റ് ആയാലും ഉള്ള ഡേറ്റാസ്, ക്ലൗഡ്സിൽ നിന്നൊക്കെ ഉള്ള ഡേറ്റാസും മറ്റ് ഡേറ്റാസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇൻഫ്രാറെഡ് ഇമേജറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിന് എക്സാമ്പിൾ നോവ. ഒരേ പ്ലേസിന്റെ തന്നെ വിസിബിൾ ഇമേജറിയും ഇൻഫ്രാറെഡ് ഇമേജറിയാണ് കൊടുത്തേക്കുന്നത്. വിസിബിളിൽ കാണാൻ സാധിക്കും ലാൻഡ് ഏരിയ ഒരു ഗ്രേ ഷെയ്ഡിലും, അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് വളരെ ഡാർക്ക് ആയിട്ടൊരു ഷെയ്ഡിലും, അതുപോലെ ക്ലൗഡ്സ് വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. പക്ഷെ ഇൻഫ്രാറെഡ് ഇമേജറി എത്തുമ്പോഴത്തേക്കും ആ ടെമ്പറേച്ചർ എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷനും അതിൻ്റെ ഒരു ഷെയ്ഡും വന്നിരിക്കുന്നത്. വാട്ടർ വേപ്പർ ഇമേജറി. Water vapor imagery is created using a wavelength sensitive to the moisture content in the atmosphere. അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടന്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള വേവ് ലെങ്തിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് ഇമേജറീസ് ആണ് വാട്ടർ വേപ്പർ സാറ്റലൈറ്റ് ഇമേജറീസ്. വാട്ടർ വേപ്പർ സാറ്റലൈറ്റ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ് ഹൗ മച്ച് മോയ്സ്ചർ ഈസ് പ്രസന്റ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ. വാട്ടർ വേപ്പർ സാറ്റലൈറ്റ് ഇമേജസ് വെച്ചിട്ട് അപ്പർ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. The highest humidities will be the whitest area while dry regions will be dark. ഹ്യൂമിഡിറ്റി കൂടിയ ഭാഗങ്ങൾ വൈറ്റ് കളർ ആയിട്ടും ഡ്രൈ റീജിയൻസ് ഡാർക്ക് കളറുമായിട്ടാണ് കൂടുതൽ റെപ്രസെന്റ് ചെയ്യുന്നത്. മറ്റു പല കളറിലും വാട്ടർ വേപ്പർ ഇമേജറീസ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. വാട്ടർ വേപ്പർ ഇമേജറി is useful for indicating where heavy rain is possible. വാട്ടർ വേപ്പർ ഇമേജറീസ് വെച്ചിട്ട് ഒരു ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വാട്ടർ വേപ്പർ ഇമേജറീസ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഗോസ്, മീറ്റിയോർ 3, നോവ തുടങ്ങിയവയാണ്. ഇതൊരു വാട്ടർ വേപ്പർ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. ഇതിൽ വൈറ്റ് ഏരിയാസും അതുപോലെ തന്നെ ബ്രൈറ്റ് ബ്ലൂ കളർ ആയിട്ടുള്ള ഏരിയാസും റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈ വാട്ടർ വേപ്പർ കണ്ടന്റ് ആണ്. അതേസമയം ഡാർക്ക് ഓറഞ്ചും ബ്രൗൺ ഏരിയാസും റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ മോയ്സ്ചർ കണ്ടന്റ് കുറവ് അല്ലെങ്കിൽ ഇല്ല എന്നാണ്. Panchromatic imagery. The panchromatic image is made when the imaging sensor becomes sensitive to a huge amount of light wavelength. Panchromatic imageries പ്രധാനമായും പ്രവർത്തിക്കുന്നത് അതിനകത്തുള്ള ഇമേജിംഗ് സെൻസർ ലൈറ്റ് വേവ് ലെങ്തിന്റെ ഹ്യൂജ് എമൗണ്ടിന് സെൻസിറ്റീവ് ആവുമ്പോഴാണ്. Such images have a single band that combines the information from the visible bands of blue, green and red. Panchromatic imageryന്റെ പ്രത്യേകത അതിനൊരു സിംഗിൾ ബാൻഡേ കാണുള്ളൂ. ഏതെങ്കിലും ഒരു സിംഗിൾ ബാൻഡിൽ നിന്നുള്ള റിഫ്ലക്ഷൻ മാത്രമാണ് പാൻക്രോമാറ്റിക് ഇമേജറിയിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് വിസിബിൾ ബാൻഡ്സ്, അതായത് ഇവിടെ സിംഗിൾ ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വിസിബിൾ ബാൻഡ്സ് ആണ് പാൻക്രോമാറ്റിക് ഇമേജറിയിൽ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നുള്ള ഇൻഫോർമേഷൻ ആണ് ഇത് ഗ്യാദർ ചെയ്യുന്നത്, അതായത് പ്രധാനമായിട്ടും blue, green and red light. In other words, the band is formed by using the total light energy in the visible spectrum. മറ്റൊരു തരത്തിൽ പറയുന്നെങ്കിൽ വിസിബിൾ സ്പെക്ട്രത്തിലെ ടോട്ടൽ ലൈറ്റ് എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബാൻഡ് ആണ് പാൻക്രോമാറ്റിക് ഇമേജറീസ് എന്ന് പറയുന്നത്. It renders a single intensity value per pixel that is commonly visualized in a grayscale image. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പിക്സലിനകത്ത് ഒരു സിംഗിൾ ഇന്റൻസിറ്റി വാല്യൂ ആണ് അത് പ്രധാനമായും റെക്കോർഡ് ചെയ്യുന്നത്. മാത്രമല്ല
ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രേ സ്കെയിൽ ഇമേജസ് ആയിട്ടാണ്. Information contained in each pixel of a panchromatic image is therefore directly related to the total intensity of solar radiation that is reflected by the objects in the pixel and is detected by the satellite sensor. ഒരു പാൻക്രോമാറ്റിക് ഇമേജിനകത്തുള്ള ഒരു പിക്സലിനകത്തുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന സോളാർ റേഡിയേഷന്റെ ടോട്ടൽ ഇന്റൻസിറ്റിക്കും അതുപോലെ ഒരു സാറ്റലൈറ്റ് സെൻസർ ഡിറ്റക്ട് ചെയ്യുന്ന സോളാർ റേഡിയേഷന്റെ പിക്സലിനും ഡിപ്പെൻഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ തമ്മിൽ റിലേഷൻ കാണും. അതായത് ഒരു സാറ്റലൈറ്റ് സെൻസർ എത്രത്തോളം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് സോളാർ റേഡിയേഷൻ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം സോളാർ റേഡിയേഷനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അതിനെ ബേസിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഒരു പാൻക്രോമാറ്റിക് ഇമേജിന്റെ ഓരോ പിക്സലിലും സ്റ്റോർ ചെയ്യുന്നത്. Panchromatic images are produced by satellites such as Landsat, digital globe range of satellites, spot series, etc. And this is an example of panchromatic image. It is a part of Doha, Qatar, and it was taken on June 26, 2017 by the Indian remote sensing satellite Cartosat-2. Multispectral imagery. Multispectral imagery is produced by sensors that measure reflected energy within the several specific sections, that is called bands of the electromagnetic spectrum. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒത്തിരി ബാൻഡ്സ് ആണ് ഒരു സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള ഇമേജറീസിനെയാണ് മൾട്ടിസ്പെക്ട്രൽ ഇമേജറി എന്ന് പറയുന്നത്. Multispectral sensors usually have between 3 and 10 different band measurements in each pixel of the image they produce. ഒരു പാൻക്രോമാറ്റിക് ഇമേജിന്റെ ഒരു പിക്സലിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത് സിംഗിൾ ബാൻഡ് ആണെങ്കിൽ ഒരു മൾട്ടിസ്പെക്ട്രൽ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് 3 മുതൽ 10 വരെയുള്ള ബാൻഡ്സുകളായിരിക്കും. Examples of bands in these sensors typically include visible green, visible red, near infrared, etc. ഇനി മൾട്ടിസ്പെക്ട്രൽ ഇമേജറീസ് പ്രധാനമായിട്ടും ഡിറ്റക്ട് ചെയ്യുന്ന ബാൻഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വിസിബിൾ ഗ്രീൻ, വിസിബിൾ റെഡ്, നിയർ ഇൻഫ്രാറെഡ് തുടങ്ങിയവയാണ്. Normally, the more spectral bands, the more information is gathered by the sensor. ഒരു സെൻസർ എത്രത്തോളം കൂടുതൽ ബാൻഡ്സ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഇൻഫോർമേഷൻസ് കൂടുതൽ ആ സെൻസർ കളക്ട് ചെയ്യാൻ പറ്റും. Most commercial satellites such as Landsat, Spot, Rapidal, Worldview 2 and 3 generate multispectral images covering the visible and infrared portion of the electromagnetic spectrum. Earth observation satellites ആയിട്ടുള്ള Landsat series, Spot series satellites, Rapidal, Worldview 2, Worldview 3 തുടങ്ങിയവയെല്ലാം തന്നെ മൾട്ടിസ്പെക്ട്രൽ ഇമേജസ്, പ്രത്യേകിച്ച് വിസിബിൾ സ്പെക്ട്രം, ഇൻഫ്രാറെഡ് പോർഷനും കവർ ചെയ്യുന്ന ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരേ പ്ലേസിന്റെ തന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ചെടുത്തിരിക്കുന്ന ഇമേജസ് ആണ്. ആദ്യത്തേത് പാൻക്രോമാറ്റിക് ഡേറ്റയും തൊട്ട് താഴെ കാണുന്നത് മൾട്ടിസ്പെക്ട്രൽ ഇമേജുമാണ്. ഈ പാൻക്രോമാറ്റിക് ഡേറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കും ബാൻഡ് 8 എന്ന് പറയുന്നത്, അതായത് സിംഗിൾ ബാൻഡ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സാറ്റ് 8 എടുത്തിരിക്കുന്ന ഒരു ഇമേജ് ആണ്. ഇതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഗ്രേ സ്കെയിലാണ്. ഇനി മൾട്ടിസ്പെക്ട്രൽ ഡേറ്റ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതും ലാൻഡ്സാറ്റ് 8 എടുത്ത ഒരു ഇമേജ് തന്നെയാണ്. ഇവിടെ 3 ബാൻഡ്സ് യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. 3, 4, 5. മൾട്ടിസ്പെക്ട്രൽ ഡേറ്റയിൽ 3 മുതൽ 10 ബാൻഡ്സ് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാൻഡ്സാറ്റ് 8 പക്ഷെ 3 ബാൻഡ്സ് ആണ് പ്രധാനമായി എടുത്തിരിക്കുന്നത്, 3, 4, 5. ഇതൊരു ഫാൾസ് കളർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് അതിനെ റെപ്രസെന്റും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള കാർട്ടോസാറ്റ് എടുത്ത ഒരു മൾട്ടിസ്പെക്ട്രൽ ഇമേജ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. Then the last one, hyperspectral imagery. Imaging systems that capture data from numerous and commonly narrow bands over a wide portion of the electromagnetic spectrum produce hyperspectral images. Electromagnetic spectrത്തിലെ ഒരു വലിയ പോർഷൻ തന്നെ ചെറിയ ചെറിയ ഒത്തിരി ബാൻഡ്സ് ആയിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ഇമേജിംഗ് സിസ്റ്റത്തിനെയാണ് ഹൈപ്പർസ്പെക്ട്രൽ ഇമേജറി എന്ന് പറയുന്നത്. Multispectral sensors typically provide less than 15 bands, while hyperspectral sensors can provide more than 100 spectral bands, which explains its specific name.
മൾട്ടിസ്പെക്ട്രൽ സെൻസേഴ്സ് യൂഷ്വലി 15 താഴെ ബാൻഡ്സ് മാത്രമേ എടുക്കാറുള്ളൂ. അതേസമയം ഹൈപ്പർ സ്പെക്ട്രൽ സെൻസേഴ്സ് എന്ന് പറയുന്നത് 100 കൂടുതൽ ബാൻഡ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഹൈപ്പർ സ്പെക്ട്രൽ സെൻസർ എന്ന് വിളിക്കാൻ കാരണം. Images produced from hyperspectral sensor contain much more data than the images from multispectral sensors and have a greater potential to dictate the differences among land and water features. ഒരു ഹൈപ്പർസ്പെക്ട്രൽ സെൻസർ ഉപയോഗിച്ചെടുക്കുന്ന ഇമേജസിൽ ഒരു മൾട്ടിസ്പെക്ട്രൽ സെൻസർ ഉപയോഗിച്ചെടുക്കുന്ന ഇമേജസിനെക്കാട്ടും കൂടുതൽ ഡേറ്റയും ഉണ്ട്. മാത്രമല്ല സ്പെസിഫിക് ആയിട്ട് ഏത് ഫീച്ചർ എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുവാൻ, പ്രത്യേകിച്ച് ലാൻഡ് ഫീച്ചർ ഏതാണ്, വാട്ടർ ഫീച്ചർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഹൈപ്പർസ്പെക്ട്രൽ ഇമേജറീസിന് പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മൾട്ടിസ്പെക്ട്രൽ ഇമേജറി ക്യാൻ ബി യൂസ്ഡ് ടു മാപ്പ് ഫോറസ്റ്റഡ് ഏരിയ, while hyperspectral imagery can be used to map tree species within the forest. ഒരു സ്ഥലത്തുള്ള ഫോറസ്റ്റഡ് ഏരിയാസ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്ത് മാപ്പ് ചെയ്യാൻ ഒരു മൾട്ടി സ്പെക്ട്രൽ ഇമേജറി സഹായിക്കുന്നുണ്ട്. പക്ഷെ ഹൈപ്പർ സ്പെക്ട്രലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെവിടെയൊക്കെ ഏതൊക്കെ ട്രീ സ്പീഷീസ് ഉണ്ടെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനും അത് മാപ്പ് ചെയ്യാനും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജറി സഹായിക്കുന്നുണ്ട്. അത്രത്തോളം ആക്യുറേറ്റും അത്രത്തോളം കൂടുതൽ ഡേറ്റയും ഇൻഫോർമേഷനും ഗ്യാദർ ചെയ്യുന്ന ഒരു ഇമേജറി കൂടെയാണ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജറി. ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജറി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് എവറസ്റ്റ്, എൻമാപ്, ഹൈപ്പേറിയൻ തുടങ്ങിയവയാണ്. ഇതൊരു ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. യുഎസ്എയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിന്റെ ഒരു പാർട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്.